എല്ലാവർക്കും ഈ പുതിയ എപ്പിസോഡ് 33ാമത്തെ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം. മേഷാദി ദ്വാദശ രാശികളുടെ സ്ഥാനത്തെ പറ്റി കൃഷ്ണത്തില് അടവി ക്ഷേത്ര ഗ്രാമാംബു ഗിരി ഗ്രാമാവണാടവ അവടാരാമ നദ്യാമുഖം സരോ അർണവ ഇത്യുദ്ദേശാസ്തജാതീനാം മേടം തുടങ്ങിയുള്ള രാശികളിൽ 5-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകത്തിൽ പറയാം. അടവി എന്ന് വെച്ചാൽ കാട്, ക്ഷേത്രം എന്ന് വെച്ചാൽ വയല്, ഗ്രാമം എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശം, അമ്പു എന്ന് വെച്ചാൽ ജലപ്രദേശം, ഗിരി എന്ന് വെച്ചാൽ പർവ്വതം, ഗ്രാമം തന്നെ, അവണം എന്ന് വെച്ചാൽ കച്ചവട സ്ഥലം, അവടം എന്ന് വെച്ചാൽ കുഴിപ്രദേശം താഴ്വര, ആരാമം എന്ന് വെച്ചാൽ പൂന്തോപ്പ്, നദ്യാമുഖം എന്ന് വെച്ചാൽ നദിയുടെ തുടക്കം സ്ഥലം, സര എന്ന് വെച്ചാൽ സരസ് നദി, അർണവം എന്ന് വെച്ചാൽ സമുദ്രം, ഉദ്ദേശം എന്ന് ഉദ്ദേശിക്കപ്പെട്ടു ദേശം, ഈ വിധമുള്ള ദേശങ്ങൾ, അജാതീന മേടം തുടങ്ങിയുള്ള രാശികളുടെ വിശേഷമാണ് പറഞ്ഞത്. അടവി ക്ഷേത്ര ഗ്രാമാംബു ഗിരി ഗ്രാമാപണ അവടാരാമ നദ്യാമുഖം സരോ അർണവ ഇത്യുദ്ദേശാസ്തജാതീന എന്ന് വാക്കുകളുടെ അർത്ഥം പറഞ്ഞു. രാശികളുടെ സ്ഥാനങ്ങളാണ് പറഞ്ഞത്. മേടത്തിന് കാടും, ഇടവത്തിന് വയലും, മിഥുനത്തിന് ഗ്രാമവും, കർക്കിടകത്തിന് ജലപ്രദേശവും, ചിങ്ങത്തിന് പർവ്വതവും, കന്യയ്ക്ക് ഗ്രാമവും, തുലാത്തിന് കച്ചവട സ്ഥലങ്ങൾ, വൃശ്ചികത്തിന് കുഴി ഗുഹ തുടങ്ങിയവയും, ധനുവിന് പൂന്തോപ്പും, മകരത്തിന് നദിയുടെ ഉത്ഭവസ്ഥാനവും, കുംഭത്തിന് നദീ തടാകം മുതലായവ, മീനത്തിന് കടലും ആകുന്നു പ്രദേശങ്ങൾ എന്നാണ് ആചാര്യൻ പറഞ്ഞത്. ലഗ്നരാശി, ചന്ദ്രരാശി, ഛത്രരാശി എന്നിവയിൽ ബലമുള്ളത് കൊണ്ട് ദ്രവ്യം, യാത്ര പോയവൻ, ഭക്ഷണം, നഷ്ടപ്രശ്ന ചിന്ത എന്നിവയിലെ പ്രദേശങ്ങളെ ഈ രാശിസ്ഥാനങ്ങൾ കൊണ്ട് പറയും. ലഗ്നരാശി, ചന്ദ്രരാശി, ഛത്രരാശി ഇവയിൽ ബലമുള്ളവർ. ഇപ്പൊ ഛത്രരാശി പറയാൻ, ലഗ്നരാശി ചന്ദ്രരാശി അറിയാം, ഛത്രരാശിയുടെ നിർണയമാണ് ഇതിൽ മറ്റൊരു വിഷയം. ആദിത്യന്റെ സ്ഥാനം അനുസരിച്ച് വീഥിരാശി നിശ്ചയിച്ച ശേഷമാണ് ഛത്രരാശി നിശ്ചയിക്കുന്നത്. വീഥിരാശി ആദിത്യൻ ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം രാശികളിൽ നിൽക്കുമ്പോൾ മേടം വീഥിരാശി. സൂര്യൻ വൃശ്ചികം, ധനു, മകരം, കുംഭം രാശികളിൽ നിൽക്കുമ്പോൾ മിഥുനം വീഥിരാശി. സൂര്യൻ കന്നി, തുലാം, മീനം, മേടരാശിയിൽ നിൽക്കുമ്പോൾ ഇടവം വീഥിരാശി. നമ്മൾ പ്രശ്നമാർഗത്തിൽ പഠിക്കണം. ഛത്രരാശി ആരൂഢത്തിൽ നിന്ന് ഉദയ ലഗ്നം എത്രാമത്തേതാണോ വീഥിരാശിയിൽ അത്രാമത്തേത് ഛത്രരാശിയാവും. ഈ വിധം സ്ഥിരചക്രത്തിൽ അറിയാം. ലഗ്നം കൊണ്ടുള്ള ചിന്തയിൽ ഉദയ ലഗ്നാംശവും ഛത്രരാശിയാവും. ലഗ്നം കൊണ്ട് ചിന്തിക്കുമ്പോൾ ലഗ്നത്തിന്റെ അംശം കൊണ്ട് തന്നെ ഛത്രരാശിനെ അറിയും. ഛത്രരാശി എന്നാൽ പ്രശ്ന സമയത്തെ ഫലമാണ് സൂചിപ്പിക്കുന്നത്. ആ സന്ദർഭത്തിൽ വീഥിസ്ഫുട നിർണയം. ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ഉത്തരായണത്തിലാണെങ്കിൽ സൂര്യസ്ഫുടത്തിൽ നിന്ന് 9 രാശി കുറച്ചതിന് ശേഷം അതിനെ പകുതിയാക്കി ആ പകുതിയെ 3 രാശിയിൽ നിന്ന് കുറയ്ക്കണം. ഫലം വീഥിസ്ഫുടമാണ്. വീഥിസ്ഫുടം കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ സൂര്യസ്ഫുടത്തിൽ നിന്ന് 9 രാശി കുറച്ചതിന് ശേഷം അതിനെ പകുതിയാക്കി ആ പകുതിയെ 3 രാശിയിൽ നിന്ന് കുറയ്ക്കണം. ഫലം വീഥിസ്ഫുടമാണ്. ഉദാഹരണത്തിന് സൂര്യൻ മകരത്തിൽ സഞ്ചരിക്കുമ്പോൾ വീഥി രാശി മിഥുനം, സൂര്യസ്ഫുടം 9, 20, 40. 9 രാശി കുറച്ചാൽ ബാക്കി 20, 40. പകുതിയാക്കി 10, 20. 3 രാശിയിൽ നിന്ന് കുറച്ചാൽ 3-ൽ നിന്ന് 10, 20 കുറച്ചാൽ 2, 19, 40. മിഥുനം രാശി വീഥിരാശി. വീഥിരാശി സ്ഫുടം 2, 19, 40. ജ്യോതിഷ വിജ്ഞാന ഗോപാലകൃഷ്ണൻ നായർ സാറ് എഴുതിയിട്ടുള്ള ഗണിതത്തിന് അടുത്താണ്. ഛത്രരാശി ആരൂഢത്തിൽ നിന്ന് ഉദയലഗ്നം എത്രാമത്തേതാകുന്നു വീഥിരാശിയിൽ നിന്ന് അത്രരാശിയിൽ നിന്ന് ഛത്രരാശി. ഉദയലഗ്ന സ്ഫുടം ചിങ്ങം 4, 12, 40 എന്ന് കരുതാം. ആരൂഢം മേടം 0, 12, 40 ആയിരിക്കും. ആരൂഢം മുതൽ ഉദയം വരെ 5 രാശികൾ. വീഥിരാശി മിഥുനം മുതൽ 5 രാശികൾ ചേരുമ്പോൾ തുലാം രാശി ഛത്രരാശി. ഛത്രരാശി സ്ഫുടം 6, 19, 40. ഛത്രരാശി സ്ഫുടം തുലാം. ഇങ്ങനെ ലഗ്നരാശി, പിന്നെ ചന്ദ്രരാശി, ഛത്രരാശി എന്നിവയുടെ രാശി സ്വഭാവം അനുസരിച്ച സ്ഥലത്തെ അറിഞ്ഞ് അവയിൽ ബലമുള്ളത് കൊണ്ട് മുമ്പ് മേടം തുടങ്ങിയ രാശികൾക്ക് പറഞ്ഞ സ്ഥലങ്ങളാണ് നഷ്ടദ്രവ്യം, യാത്രാപോയം എന്ന് പറയാം. ഇവിടെ ഈ 2 ഗണിതമാണ് ഇവിടെ ചെയ്ത്. വീഥി രാശിയുടെ ഗണിതവും അതുപോലെ തന്നെ ഛത്രരാശിയുടെ ഗണിതവും ആണ് ഇവിടെ പറഞ്ഞത്. ഛത്രരാശി നിർണയം. അഷ്ടമംഗല പ്രശ്നം, ദേവപ്രശ്നം, വിവാഹ പ്രശ്നം, സന്താന പ്രശ്നം തുടങ്ങിയവയിലെല്ലാം
ചത്തർരാശിയും അതിന്റെ കേന്ദ്രങ്ങളിലും ത്രികോണ രാശികളിലും പാപസംബന്ധങ്ങളും നിർണായകമായ ഫലങ്ങളെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം 1. ചിങ്ങമാസത്തിൽ പ്രശ്നത്തിൽ സൂര്യൻ ചിങ്ങം, മേടം വീഥിരാശി, മകരം ആരൂഢവും മിഥുനം ഉദയവും എന്ന് കരുതാം. മകരം മുതൽ മിഥുനം വരെ 6, വീഥിരാശി മേടത്തിൽ നിന്ന് 6 രാശിയിൽ ചെന്ന് കന്നി. അതിനാൽ കന്നിയാണ് ചത്തരാശി. ചത്തരാശി ആ സമയത്തെ പ്രശ്നഫലത്തെ സൂചിപ്പിക്കുന്നു. ദേവപ്രശ്നത്തിൽ പാപന്മാർ ചത്തരാശിയുടെ കേന്ദ്ര ത്രികോണം നിന്നാൽ ദേവന്റെ ദേഷ്യത്തെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം 2. പ്രശ്നം കന്നിമാസമായാൽ സൂര്യൻ കന്നി, ഇടവം വീഥിരാശി, മകരം ആരൂഢം, ഉദയം മിഥുനം. മകരം മുതൽ മിഥുനം വരെ 6, വീഥിരാശി ഇടവത്തിൽ നിന്ന് 6 എണ്ണിയാൽ തുലാം വീഥിരാശി. ആരൂഢവും ഉദയം സൂര്യരാശിയായി മാറി മാറി വരും. ഇതനുസരിച്ച് ചത്തരാശി കണ്ടുകൊള്ളണം. ചത്തരാശി ഫലചിന്ത. ഭൂമിയിലെ രാശി ആരൂഢവും ആകാശത്തിലെ രാശി ക്ഷത്രവുമാകുന്നു. ചത്തരാശി ആരൂഢരാശി അധിപന്റെ നീചരാശിയാണെങ്കിൽ ആ പ്രദേശത്ത് നീചജനങ്ങൾ അധിവസിക്കുന്നതാണ് എന്ന് പറയും. ആരൂഢ രാശി അധിപന്റെ നീചരാശിയാണ് ചത്തരാശിയായി വന്നതെങ്കിൽ അവിടെ ജനങ്ങൾ നീചജനങ്ങളാണ് അധിവസിക്കുന്നത്. ചത്തരാശി ആരൂഢരാശി അധിപന്റെ ഉച്ചരാശിയായാൽ ഉത്കൃഷ്ട ജനങ്ങൾ താമസിക്കുന്ന ഇടമാകുന്നു. ശത്രുരാശിയായാൽ ശത്രുക്കൾ താമസിക്കുന്ന സ്ഥലമാണ്. ചരസ്ഥിര ഉഭയരാശികൾ കൊണ്ട് ദൂരത്താണെന്നും അടുത്താണെന്നും അത്ര ദൂരെ അല്ലെന്നും പറയാം. ഈ പ്രശ്നചിന്ത വിവാഹം, വീട് വയ്ക്കൽ, ഭൂമി വാങ്ങൽ, കച്ചവടം തുടങ്ങിയുള്ള സ്ഥലം, യാത്ര പോകുന്ന സ്ഥലം, ജോലി സ്ഥലം തുടങ്ങിയതിൽ പ്രത്യേകം ചിന്തിക്കപ്പെടേണ്ടതാണ്. ഏത് തരത്തിലുള്ള ഭൂമിയിലാണ് നമ്മൾ വീട് വെക്കാൻ പോകുന്നതെന്ന് ഈ ചത്തരാശിയുടെ ഗണിതം കൊണ്ട് മനസ്സിലാക്കണം കൃത്യമായിട്ട്. ഇപ്പോഴത്തെ അവസ്ഥ ആരൂഢരാശി കൊണ്ട് നമ്മൾ കണക്കാക്കുന്ന പോലെ തന്നെ ആ നിർണായക സമയത്ത് ആരൂഢം പഴയ സംഭവമാണ്, ഉദയം വരാൻ പോകുന്നതാണ്. ചത്തരാശി ഉദയം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥ പറയാം. അതാണ് സാധാരണ എനിക്ക് പണം വെക്കുന്ന ഒരു രാശി എന്ന്, സ്വർണം വെക്കുന്ന രാശി അല്ലെങ്കിൽ പൃഷ്ടാംഗ രാശി, ഇതൊക്കെ അതിന് പകരമാണ് ചത്തരാശി. ഇപ്പൊ വൃശ്ചികൻ തൊടുന്ന രാശി ആ വൃശ്ചികനെ സംബന്ധിച്ച് ആ നിമിഷത്തെ ഫലത്തെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്വർണം വെക്കുന്ന രാശി അതിൽ തന്നെ. സ്വർണം വെക്കാത്ത അവസ്ഥകളിൽ ഈ ചത്തരാശി ഗണിച്ച് ചത്തരാശിയുടെ സ്ഫുടം അറിഞ്ഞു അവിടെ അതിന്റെ കേന്ദ്രങ്ങളിൽ നിൽക്കുന്ന പാവന്മാരെ കൊണ്ടും ശുഭന്മാരെ കൊണ്ടും ഈ ശരാശരി ഫലങ്ങൾ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് വൃശ്ചികനോട് ജ്യോത്സ്യൻ പറയാൻ ബാധ്യപ്പെട്ടു. ഇത് സാധാരണ പ്രശ്നത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ദേവപ്രശ്നത്തിൽ മാത്രമല്ല, എല്ലാ പ്രശ്നങ്ങളിലും ഉപയോഗിക്കാവുന്നതാണ്. അതെന്ന് പറഞ്ഞ് വിവാഹം, വീട് വെക്കൽ, ഭൂമി വാങ്ങൽ, കച്ചവടം തുടങ്ങാനുള്ള സ്ഥലം, യാത്ര പോകുന്ന സ്ഥലം, ജോലി സ്ഥലം, സ്ഥലം സംബന്ധിച്ച് ഏത് പ്രശ്നത്തിലും ഈ വിധത്തിൽ ചിന്തിച്ച് അതിന്റെ ഫലങ്ങളെ നിർണ്ണയിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.